ഇതെന്താ ഇതെന്താ പറയ്. ഞങ്ങളെല്ലാരും കൂടി ഈ രാത്രി എങ്ങട്ടാ പോണേ ചോദിച്ചാല് ചേച്ചിന്റെ വീട്ടിലേക്കാണ് പോണത്. എന്താ വെച്ചാല് നാളെ ഞങ്ങളുടെ നാട്ടിൽ ഓണപരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ പൂക്കള മത്സരത്തിന് കൂടിയിട്ടുണ്ട്. അപ്പൊ പൂവ് അരിയാൻ വേണ്ടിയിട്ട് ചേച്ചിന്റെ വീട്ടിലേക്ക് കസിൻസ് എല്ലാരും കൂടെ പോവാട്ടോ. അപ്പൊ പോണ വഴിയിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്ന സ്ഥലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൈറ്റൊക്കെ നിറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇതാ ചേച്ചിന്റെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. അപ്പൊ കയറി ചെന്നപ്പോ എന്നെ ചേച്ചിന്റെ ചെറിയ മോളുണ്ടായിരുന്നു കേട്ടോ. ഓള് ഉറങ്ങിയിട്ടില്ലായിരുന്നു. വലിയ മോള് ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ആ തൊട്ടിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓള് കയറി ചെന്നപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇട്ട് കാണിച്ചു തരികയാണ്. എന്താ വെച്ചാൽ പിറ്റേ ദിവസം പരിപാടിക്ക് തിരുവാതിരക്കളി ഉണ്ട്. അപ്പോൾ ഓളെ അമ്മ ഉണ്ട്. അപ്പോൾ ഓളെ അമ്മ മൈലാഞ്ചി ഇട്ടപ്പോൾ ഓക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ചേച്ചി എവിടെയോ ചോദിച്ചപ്പോൾ ഉറങ്ങാന്ന് പറഞ്ഞിട്ടാണ് ആ ചൂണ്ടി കാണിച്ചു തന്നത്. പിന്നെ ഞാനും ഓളും കൂടെ മുകൾക്ക് കയറി പോയിട്ട് മുകളിലാട്ടോ ഞങ്ങൾ പൂവ് അരിയാൻ വേണ്ടി നിൽക്കുന്നത്. അവിടെ ആകുമ്പോൾ സ്വസ്ഥമായിട്ട് അരിയാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കയറിപ്പോയി. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ പൂവ് വരുന്നത്. പൂക്കള മത്സരത്തിനുള്ള പൂവാണ്. ഇത്രയും പൂവ് ഞങ്ങൾക്ക് ഇനി അരിഞ്ഞുണ്ടാക്കാണ്ട്. എപ്പോഴാണ് അരിഞ്ഞ് കഴിയാന്നൊന്നും അറിയില്ലേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ പൂക്കളിടണ ഡിസൈൻ ഇതാട്ടോ. അപ്പോൾ ഇവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി ഞങ്ങൾക്ക് കൽത്തപ്പം കൊണ്ടുവന്ന് തന്നിട്ടോ. അപ്പോൾ അതാ ഞാനും അനിയത്തിയും കൂടെ അടിച്ച് കയറ്റുകയാണ്. മറ്റവരോടെ ഭയങ്കര ചർച്ചയാണ്. ഞങ്ങളിവിടെ അടിച്ച് കയറ്റുകയാണിത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൽത്തപ്പൻ്റെ അമ്മായി ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോ പൂവായിട്ട് ഓരോരുത്തരും എടുത്തിട്ട് അരിയാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം ഞാനും അനിയത്തിയും കൂടി അരിയാൻ വേണ്ടി നിന്നത് മല്ലികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എടുത്ത് പെട്ടു എന്ന് പറയാ. എത്രയും പോലെയാണ്. കാണുമ്പോൾ കുറച്ചുള്ളൂ എന്ന് തോന്നും. പക്ഷെ അരിഞ്ഞ് വരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഈ ചോപ്പറൊക്കെ ഉണ്ടല്ലോ പച്ചക്കറി കട്ട് ചെയ്യണേ, അതൊക്കെ എടുത്ത് അരിഞ്ഞു. പക്ഷെ അതൊന്നും കിട്ടുന്നുണ്ട്. ഇത് അവിടെ വീട്ടിൽ പൂച്ചയാണ്. ആ പൂച്ചൻ്റെ കണ്ണുണ്ടല്ലോ ക്യാമറയിൽ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 2:17 സമയം അരിഞ്ഞിട്ട്. എന്നിട്ട് പൂവ് പകുതി പോലും ആയിട്ടില്ലേ. ഞങ്ങൾ മല്ലിക എടുത്ത് സത്യം പറഞ്ഞാൽ പെട്ട അവസ്ഥ ഇരിക്കുകയാണ്. എല്ലാവരും ഇതാ ഓരോ പൂവ് എടുത്താണ്ട് ഇങ്ങനെ അരിയുണ്ട്. അത് പൂക്കള മത്സരത്തിന് നമ്മൾ ചെറിയ ചെറിയതാക്കി അരിയണമല്ലോ. വീട്ടിലാകുമ്പോൾ പിന്നെ അത്രയൊന്നും അറിയണില്ല. അതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല രസം. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഉറക്കമൊക്കെ വന്നായിരുന്നു. പക്ഷേ പിന്നെ ആ വർത്താനത്തിൽ ഉറക്കമൊക്കെ പോയിട്ടോ. അങ്ങനെ വിശന്നപ്പോൾ ഞങ്ങൾക്കൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. ഫുഡ് എന്താ വെച്ചാൽ പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, അതേപോലെ ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര വിശപ്പാണ് കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൂവൊക്കെ അരിഞ്ഞ് വേഗം തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതെൻ്റെ പ്ലേറ്റിൽ കണ്ടില്ല. ഫൈനലി ഞങ്ങള് 4 മണിയായപ്പോ ഫുള്ള് തീർത്തു കേട്ടോ. ഇതാണ് പൂവ്. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും 5 മണിയായി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പരിപാടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേ. അപ്പോൾ ഓക്കെ, ബായ്.